ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തൃശ്ശൂർ അതിരൂപതയിൽ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികരെയാണ് ഷാലോം TV നമുക്ക് പരിചയപ്പെടുത്തുക. തൃശ്ശൂർ അതിരൂപതയുടെ ആതുര സ്ഥാപനമായ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിശ്രമിക്കുന്ന 9 വൈദികരെ ഘട്ടം ഘട്ടമായി ഈ പത്നിയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട ജോസ് തെക്കേക്കരയച്ചൻ, അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി തന്നെ സ്വഭാവത്തിന്റെ ഔന്നിത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എവിടെ നിന്നാലും അച്ഛനെ കാണാൻ പറ്റുന്ന അത്ര ഉയരം അതച്ഛൻ്റെ സുഹൃത ജീവിതത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മീയ ശുശ്രൂഷകളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഏറ്റവും മനോഹരമാകണം, അതാണ് അച്ഛന് നിർബന്ധം. അതിനു വേണ്ട മുന്നൊരുക്കങ്ങളും നടപടികളും അച്ഛൻ വളരെ കരുതലോടെ സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇന്നും ഓർക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയായി വ്യായാമത്തിന്റെ കാര്യത്തിൽ നിഷ്ഠയോടുകൂടെ പെരുമാറുന്ന ഒരു അച്ഛനെ ഞങ്ങൾ എന്നും നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. 80-ാം വയസ്സിലും യുവത്വം വിടാതെ തൻ്റെ വ്യായാമങ്ങളും അനുദിന കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് തെളിമയാർന്ന ജീവിത സാക്ഷ്യവും പാഠവും അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ, ഈ ഒരു 6 അടി പൊക്കത്തിൻ്റെ ഔന്നത്യവുമായി ജോസ് തെക്കേക്കരയച്ചൻ ഞങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ചോദ്യം തുടങ്ങാമെന്ന് തോന്നുന്നു. കുട്ടിക്കാലത്തും അച്ഛന് ഇത്ര പൊക്കം ഉണ്ടായിരുന്നോ? മാതാപിതാക്കന്മാർ, അതേപോലെ തന്നെ കുട്ടിക്കാലം, അതുപോലെ തന്നെ സെമിനാരിയിലേക്കുള്ള ഒരു വൊക്കേഷൻ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാലോ? ദൈവവിളി എനിക്ക് കിട്ടിയത് ഞാൻ ഇടവപള്ളിയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് വീട്. അപ്പോൾ എല്ലാ മുടക്ക് ദിവസങ്ങളിലും പള്ളിയിൽ പോകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനത് ആ പ്രചോദനം സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാ മുടക്ക് ദിവസങ്ങളിലും പള്ളിയിൽ പോയിരുന്നു. മാത്രമല്ല ശനിയാഴ്ചകൾ കുമ്പസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കാം അന്നത്തെ വികാരിയച്ഛൻ കുമ്പസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ജോസിൻ്റെ അച്ഛനായിക്കൂടെ? ആ ചോദ്യം എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അതാണ് എൻ്റെ ദൈവവിളിക്ക് പ്രചോദനമായിട്ട് നിന്നത്. അപ്പം ഈ ഒരു കാര്യം അല്ലേ വീട്ടിലെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു അവരെ വളരെ സന്തോഷത്തോടെ അവര് സംബന്ധിച്ചു. അച്ഛൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട് അച്ഛാ? ഞങ്ങൾ 9 പേരുണ്ട്. അത് വേറെ പ്രത്യേകതയുള്ളത്, ആദ്യത്തെ 8 പേരും ആണുങ്ങളാണ്. ഒറ്റപ്പെങ്ങളാണ്. അത് ഞാൻ ഏറ്റവും മൂത്തത്. താഴെയുള്ളത് പെങ്ങള്. പെങ്ങള് വിവാഹം കഴിഞ്ഞ് അവളുടെ 3 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. അപ്പൊ ഒരു വലിയ കുടുംബത്തിന്റെ അല്ലേ, വലിയ കുടുംബം, ഒരു മോഡലായിട്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ടായിരുന്നു. സന്താന സൗഭാഗ്യം വീട്ടില്. കാരണം അമ്മയുടെയും അപ്പൻ്റെയും ആ ഒരു ശിക്ഷണവും കാര്യങ്ങളും ഒക്കെ. തീർച്ചയായിട്ടും. അല്ല, അവിടുത്തെ ജീവിതം ഒന്ന് പറയാ വെച്ചാ, കുഞ്ഞുങ്ങളും നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, വലിയൊരു കുടുംബമാണല്ലോ. നല്ലൊരു കൂട്ടായ്മയോടുകൂടി സ്നേഹത്തോടുകൂടി പോകുന്ന, ഇന്നത്തെ പോലെ സംസ്കാരം വ്യത്യാസം ഉണ്ടല്ലോ, വളരെ നാടനായിട്ട്. ഞങ്ങളുടെ ഒരുപാട് സാമ്പത്തികമായിട്ട് മുൻപന്തിലൊന്നുമില്ല, ഒരു ശരാശരി വീട്. നല്ല സന്തോഷമായിരുന്നു, ഒത്തൊരുമയോടുകൂടി. സാർ അങ്ങനെ പറയല്ലോ, കൂടുതൽ മക്കളുള്ള വീട്ടിലെ മക്കൾ നന്നായിരിക്കുന്നുള്ളത്. അപ്പോൾ കുറച്ചിങ്ങനെ ഇടികൂടിയാലും ഒരു പക്വതയിലേക്ക് എത്തുമ്പോൾ നല്ല ഇതായി. ഒരു മകൻ്റെ മകളുള്ളതിനേക്കാളൊക്കെ കൂടുതൽ നല്ലത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നത് നല്ല കൂട്ടുകുടുംബമാണ്. കൂടുതൽ മൂത്ത ആളായതുകൊണ്ട് അച്ഛന് ഉത്തരവാദിത്വം കൂടുതലില്ലായിരുന്നു. ഇളയ കുഞ്ഞുങ്ങളെ നോക്കല്, അവരെ കൂട്ടിക്കൊണ്ട് നടക്കൽ, അങ്ങനെയൊക്കെ അതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ തന്നെ ചെയ്തില്ല. ഞാനിപ്പോൾ ആദ്യം മൂത്തമായി ഞാനായതുകൊണ്ട് അമ്മയെ സഹായിക്കാനായിട്ട് കുറച്ച് അവസരം ഉണ്ടായിരുന്നു. ഞാനും സഹായിച്ചിരുന്നു. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ വയസ്സാവുന്നതോടുകൂടി ഞാനത് വിട്ടുകൊടുത്തവർക്ക്. അച്ഛൻ പറഞ്ഞല്ലോ, ഈ ഒരു വൊക്കേഷനിലെത്താൻ വേണ്ടിയിട്ട് കുമ്പസാരത്തിനിടയ്ക്ക് ജോസെ നിനക്കൊരു അച്ഛനായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഒരു വാക്യം വളരെ പ്രചോദനാത്മകമായിരുന്നു. തീർച്ചയായിട്ടും. പിന്നീടുള്ള അച്ഛൻ്റെ ഒരു ചിന്തകളും പിന്നെ ഇതിലേക്കുള്ള ഒരു നിയോഗത്തിൽ എത്തിച്ചേർന്നത്, പിന്നെ സെമിനാരി ജീവിതം, അതൊക്കെ ഒന്ന് പറയാം അച്ഛാ. ഞാൻ ആദ്യം ചേർന്നത് മൈനർ സെമിനാരിയിലെ
അമ്മയുടെയും അപ്പൻ്റെയും ആശീർവാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അനുവാദം കിട്ടി. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ സെമിനാരി ജീവിതം ആരംഭിച്ചു. തോപ്പ് സെമിനാരി എന്നറിയപ്പെടുന്ന മൈനർ സെമിനാരിയിലാണ് ഞാൻ ചേർന്നത്. നല്ലൊരു സന്തോഷമുള്ള അനുഭവമായിരുന്നു. പഠിക്കാൻ ഞാൻ ഒരുപാട് സമർത്ഥനൊന്നുമല്ല, ശരാശരി സ്റ്റുഡൻറ്റ്. ചില വിഷയങ്ങളൊക്കെ ഫസ്റ്റ് കിട്ടും, അത് എൻ്റെ കഴിവുകൊണ്ടെന്നല്ല ഞാൻ വിചാരിക്കുന്നു. പിന്നെ വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഇടചേർന്ന് പോയി കളികളിൽ പങ്കെടുത്തു. അങ്ങനെ ഒരുവിധം എൻ്റെ മനസ്സ് നോക്കുകയാണെങ്കിൽ നല്ല സംതൃപ്തിയോടുകൂടിയുള്ള ഒരു സെമിനാരി ജീവിതമായിരുന്നു. അച്ഛൻ്റെ ഈ പൊക്കമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സ് രംഗത്ത് വലിയൊരു പ്രതിഭയായിരുന്നിരിക്കണം അല്ലേ? അതെങ്ങനെയോ മൈനർ സെമിനാരിൽ ഞാൻ കളിച്ചിരുന്നു. ഒരു വലിയൊരു പ്രതിഭയൊന്നും ആയിരുന്നില്ല. പക്ഷെ മേജർ സെമിനാരിലേക്ക് എത്തിയപ്പോൾ ചില കാര്യങ്ങളിൽ ബാസ്കറ്റ്ബോൾ, ഫുട്ബോള്, പിന്നെ അവിടെ ഒരു ഷട്ടിലല്ല, ബോൾ ബാഡ്മിൻ്റൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു താരമായിരുന്നു. പിന്നീട് സ്പോർട്സിൽ വളർന്നത് ഞാൻ വികാരിയായിട്ട് വന്നതിന് ശേഷമാണ്. അതിനുശേഷം ആദ്യത്തെ 3 കൊല്ലം അസിസ്റ്റൻ്റാണ്. അത് വലിയ പള്ളികളാവും, അത് കളിക്കാൻ ഒരുപാട് സമയം കിട്ടില്ല. ആദ്യമായിട്ട് പോയത് മണ്ണുത്തി എന്ന് പറഞ്ഞൊരു ഇടവേൽക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആരംഭിച്ച കളി അവസാനം വരെ എല്ലാ ദിവസവും കളിച്ചിട്ടുണ്ട് ഞാൻ. മണ്ണുത്തി പള്ളിയിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുണ്ടുകുളം പിതാവ് ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം കയറി വന്നിട്ട് കുശലാന്വേഷണം നടത്തി ഞാൻ ഇവിടെ ഓർക്കുന്നുണ്ട്. ഒരു പ്രോത്സാഹനമായിരുന്നു. ധാരാളം യുവാക്കൾ ആകർഷിക്കപ്പെട്ടു, അവരെ പോകുന്നിരുന്നു. മാത്രമല്ല ആ കളിക്ക് മുമ്പ്, കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതൊരു നല്ലൊരു അനുഭവമാണ്. അല്ല, ഇപ്പോഴാണെങ്കിലും യുവാക്കളെ പള്ളിയിലേക്ക് ആകർഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഗെയിംസ് നല്ലതാണ്. തീർച്ചയായിട്ടും ഗെയിംസ് നല്ലതാണ്. പള്ളിയിലോട്ട് ആകർഷിക്കാൻ മാത്രമല്ല, ഈ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും അതൊക്കെ കുഞ്ഞുങ്ങൾ ഈ അലസരായിട്ടിരിക്കുമ്പോഴാണല്ലോ. അപ്പൊ ശരിക്കും കളിയിടങ്ങൾ കൂടുന്നത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവരുടെ മാനസിക ആരോഗ്യത്തിന് എപ്പോഴും നല്ലതല്ലേ? അച്ഛനും പള്ളിയുമായിട്ടുള്ള സാന്നിധ്യവും സഹകരണം കൂടുതലുണ്ടാകും. ഇപ്പോൾ കളിക്കാതെ നിൽക്കുന്ന അച്ഛനാണെങ്കിൽ പിള്ളേർ അത്ര പെട്ടെന്ന് അടുത്തൊന്നും വരില്ല. അല്ലാതെ ഇങ്ങനെ മുതിർന്നവരും അതുപോലെ തന്നെ അച്ഛന്മാരും ഒക്കെ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകൂടി പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ഇവിടെ ഒരു വിജിലൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, അച്ഛന്മാരെപ്പോഴും നല്ല വിശുദ്ധിയുള്ള അച്ഛന്മാരായിരിക്കണം. ഞാൻ പറയാം, വിശുദ്ധിയുള്ള പ്രാർത്ഥിക്കുന്ന അച്ഛനാണ് ആ പള്ളിയിൽ എന്ന് വെച്ചാൽ ഒരു 80% ശരിയായി. എൻ്റെ ഒരു വിഷയമാണ്. പിന്നെയുള്ള 20% നല്ല പെരുമാറ്റം, നല്ല ക്ഷമയോടുകൂടി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ സന്തോഷമായിട്ട് അത് രണ്ടുണ്ടെങ്കിൽ ഒരു ഇടവക വൈദികൻ വിജയിച്ചു. ഇത് പ്രേക്ഷകർക്കോടുള്ള ഒരു ദൂതും കൂടിയാണ്. അതായത് ഒരു ഇടവകയിൽ വിജയിക്കാനായിട്ടുള്ള ഒരു മന്ത്രമാണ് അച്ഛൻ പറഞ്ഞു തന്നത്. വിശുദ്ധിയുള്ള ഒരു ജീവിതം വൈദികൻ്റെ, അതേപോലെ തന്നെ നല്ല പെരുമാറ്റവും അപ്പോൾ പൂർണ്ണമായി എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, ഒരുപാട് മറ്റു കഴിവുകളൊന്നും വേണമെന്നില്ല. ഉദാഹരണമായിട്ട് ജനങ്ങൾ വെയിൽ കൊണ്ട് മഞ്ഞ് കൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന സീറ്റുണ്ടാവും. അവരെ കാണിക്കാനല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന വൈദ്യനാണെന്നുള്ള തെളിയും. അപ്പം അതായത് കുർബാനയ്ക്ക് മുമ്പേ പള്ളി തുറന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സീറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം അത് കണ്ടുവരുന്ന ആളുകൾക്ക് അത് വലിയൊരു പ്രചോദനമാണ് അവിടെ പെരുമാറ്റത്തിലൊക്കെ. അപ്പം അതാണ് ഒരു കാര്യം എനിക്ക് തോന്നിയത്. അതെ, അതായത് ഇടവജനങ്ങൾ പള്ളിയിൽ കുർബാന കാണാൻ വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരു വേദികൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സന്തോഷം. അച്ഛന് എത്ര ഇടവകയില്? ഞാൻ ഏകദേശം ഒരു, അതായത് 50/3, 3 കൊല്ലം ശരാശരി 50 കൊല്ലം. അപ്പോൾ ഒരു 16-18 ഇടവക പ്ലസ് അതിൻ്റെ കൂടെ ചെറിയ പള്ളികൾ ഉണ്ടാവും, കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും. പിന്നെ മഠങ്ങൾ, വിദ്യാലയങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 20ഓളം ഇടവകയിൽ ചെയ്തിട്ടുണ്ട്. 50 വർഷത്തെ നീണ്ട പൗരോഹിത്യ ജീവിതമാണ്, അതേ അനുഭവങ്ങളാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരുപക്ഷെ രൂപതലത്ത് വലിയ പള്ളികളിൽ ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അതെൻ്റെ കഴിവുകൊണ്ടൊന്നുമില്ല. പുറമെ പള്ളികളല്ലേ അങ്ങനത്തെ വലിയ വലിയ സ്ഥാപനങ്ങളായിരുന്നു. ഇരുന്നിട്ടുള്ള എല്ലാ ഇടവകയും എനിക്ക് സന്തോഷമാണ്, സംതൃപ്തിയാണ്. അതായത് ഓരോ ഇടവകയിലും, ഇന്നാളത് ഈ ദീപികയുടെ ഇത് വന്നപ്പോൾ ചോദിച്ചു, ഓരോ ഇടവകയിലും മറ്റുള്ള ആളുകൾ ചെയ്യാത്ത വ്യത്യസ്ത കാര്യങ്ങൾ ഞാൻ സംഘടിപ്പിക്കുന്നു ഒരു രീതിയിൽ. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് ഈ 1500 വീട്ടുകാർ കൂട്ടിക്കലെടുത്തിട്ട് അതിന് സമ്മാനം കൊടുക്കുന്ന ഒരു കേക്കല്ല, ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു സാമൂഹിക പ്രവർത്തനമാണ്. വളരെ സമ്പത്തുള്ള ഒരു പണച്ചാക്കാണെങ്കിൽ ഒരു കുടിയിൽ, ഒരു ചെറിയ ചറ്റക്കുടിലിനെ കിട്ടി വിചാരിക്കുക, അവർക്കൊരു വീട് പണിത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ മേടിച്ചു കൊടുക്കാം, അലമാരി മേടിച്ചു കൊടുക്കാം, പെൺകുട്ടിയുടെ. അതായത് ഓരോ വീട്ടുകാരും നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടുന്ന വീട്ടുകാർക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അത് സാധാരണയായിട്ട് സാധാരണ കേക്കോ അങ്ങനത്തെ കേക്ക് കൊടുക്കും. അപ്പോൾ അത് കഴിയുന്ന ആളുകൾ, നിർബന്ധമില്ല. അപ്പോൾ 4-5 പേര് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വിജയമാണല്ലോ ക്രിസ്മസ് ഫ്രണ്ട്. പിന്നെ മാതാവിൻ്റെ മാസം ഒക്ടോബർ മാസത്തിലെ
ഒരു ജപമാല മഹോത്സവം എന്നൊരു പരിപാടി ഞാൻ ആരംഭിച്ചു. അത് ഗംഭീര വിജയമാണ്. അതായത് 7 മണി തൊട്ട് 8 മണി വരെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാവർക്കും ധൂപകുറ്റി വീശുന്നത് ജനങ്ങൾ ഒരാൾക്ക് ചാൻസ് കൊടുക്കും, പാർട്ടിസിപ്പേഷൻ കൂടി. അപ്പം അത് പല ഇടവകയിലും ഞാൻ പോകുന്നതിന് ശേഷം അത് തുടരുന്നുണ്ട്, കുരിച്ചിറ പോലത്തെ ഇടവകളൊക്കെ. അതങ്ങനെ പാരീഷ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആകർഷകമായിട്ട് ഒരിടവകയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല തിരിച്ചു വരുമ്പോൾ. അത് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമോ സ്പർദ്ധയൊന്നുമില്ല, വളരെ സന്തോഷമായിട്ട് വരാച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു അനുഭവം അച്ഛന്മാർക്ക് ഉണ്ടാകണം. ഇപ്പോഴും ഒരു പുഞ്ചിരി നല്ല പോസിറ്റീവായിട്ട് അവരെ എന്താണ് പറയുക സന്തോഷിപ്പിക്കുക. ആ ഒരു മെത്തേഡ് എടുത്താലേ ഇടവക ജീവിതം വിജയിക്കും വികാരിയുടെ. ഇത് അത്ഭുതത്തോടുകൂടിയാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പല ഇടവകളിലും വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പക്ഷേ അച്ഛന് ഒരിടത്തും അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, വലിയൊരു സംതൃപ്തി അനുഭവിക്കാനായിട്ടും പറ്റി. തീർച്ചയായിട്ടും അതൊരു ദൈവജനം പല രീതിയിലുള്ളവരാണല്ലോ. അതായത് കുറച്ചൊന്ന് ക്ഷമിക്കാൻ സാധിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾ തമാശ പറയാറുണ്ട്, എൻ്റെ രണ്ട് പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പോക്കറ്റിൽ മൊബൈല്, കൊന്ത, അതങ്ങനത്തെ കാര്യങ്ങൾ താക്കോല്, മറ്റേ പോക്കറ്റിൽ ഒന്നുമില്ല, അത് എന്താണ് പറയുക ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ പറയും അതിൽ ക്ഷമ നിറച്ചിരിക്കുകയാണ്. പ്രതിനിയോഗ മീറ്റിങ്ങിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത കയറാൻ പറ്റിയ തലയിൽ വീഴും. അപ്പോൾ ഇതിനടുത്ത് സ്വല്പം ഓക്കെ, ഒരു പുഞ്ചിരി, ഒരു നോർമൽ പ്രശ്നം കഴിഞ്ഞു. എത്ര ലളിതമായിട്ടാണ് വലിയ പ്രതിസന്ധികളെ അച്ഛൻ നേരിടുന്നത് അല്ലേ. അതായത് പോക്കറ്റിൽ ക്ഷമ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വൈദികൻ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊരു വലിയ മാതൃകയിൽ അല്ലെ, ഒരു വലിയ ടിപ്പാണ് ശരിക്കും. സന്തോഷമുണ്ട്. പിന്നെ മാധ്യമം ഉപയോഗിക്കുന്ന ആളാണ് ഈ മറ്റേ വാട്സപ്പൊക്കെ. അതിലെപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് പറയാൻ ഒരു ആളെഴുത്തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നല്ലതേ പറയുള്ളൂ, പോസിറ്റീവ് എനർജി. അതുപോലെ തന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ തലേ ദിവസം രാത്രി ഞാനിടും. നാളെ 5 പേരുടെ ബർത്ത്ഡേ ഉണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ പിതാവ് ഇടും. പിതാവ് പിറ്റേ ദിവസം ഇടുന്നത്, ആ പിതാവിന് വിട്ടിച്ച് തലേ ദിവസം ഇടും. അപ്പോൾ അതിൻ്റെ ഈ ബുള്ളറ്റ് നോക്കിയിട്ട് നമുക്ക് ലിസ്റ്റ് അറിയാമല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞതിൽ നിന്ന് എപ്പോഴും ഇതുപോലെ നല്ല ആശയങ്ങൾ, അതേപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ആരെങ്കിലും പ്രചോദനമാകുകയോ അല്ലെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ എങ്ങനെയാണ് അച്ഛന് വരുന്നത്? ഇതിനെ എനിക്ക് പ്രചോദനം കിട്ടിയത് അമ്മയിൽ നിന്നാണ്. അമ്മ, അതായത് അമ്മ ഒരുപാട് വിദ്യാഭ്യാസമില്ല, 5ാം ക്ലാസ് വരെയുള്ളൂ. ആൾ പഠിച്ചിരുന്നെങ്കിൽ വലിയൊരു വ്യക്തിത്വമായിരുന്നു തന്നെ. കവിത, എൻ്റെ എല്ലാ പുസ്തകങ്ങളും മലയാളത്തിൽ അമ്മ വായിച്ചിട്ടുണ്ട്. പിന്നെ ആൾ കവിത എഴുതും, ഒരുപാട് ഫോൺ വിളിക്കും മറ്റേ വലിയ പ്രധാനപ്പെട്ട ആൾക്കാർക്ക്. മദർ തെരേസയ്ക്ക് കത്തെഴുതി എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. ഒറ്റ വാക്കുള്ളൂ, ഗോഡ് ഈസ് ലവ്, മറുപടി. അപ്പം അങ്ങനെ ആൾക്ക് അതൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ CL ജോസ് തൃശ്ശൂരിലാണ്, അവിടെ പോയി കാണാനായിട്ട്. അപ്പം അങ്ങനെ വായന അങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പം അമ്മ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്, എല്ലാവർക്കും കത്തെഴുതുക, പോസിറ്റീവാണ് ആൾ. അപ്പോൾ ആ ഒരു പ്രചോദനം ഒരു പക്ഷേ അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യനിഷ്ഠയുടെ കാര്യത്തിൽ താല്പര്യമുണ്ട്. അതിൽ അപ്പനാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ലൂർദ് പള്ളിയിൽ, കത്തീഡ്രൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ, കൊച്ചനായിട്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചോദിക്കാതെ പോയി, എന്തോ വെഞ്ചിരിപ്പാൻ പറ്റും, അല്ല ചോദിക്കാതെ അല്ല, വാലടിക്കാതെ പോയി. അപ്പോൾ അച്ഛൻ വളരെ നല്ല കണിച്ചുള്ള ഒരു വളരെ പോസിറ്റീവ് എനർജി തരുന്ന അച്ഛനാണ്. ഞാൻ പോയപ്പോൾ അച്ഛൻ അമ്പൂരി പൂട്ടി താക്കോൽ മാറ്റി വെച്ചു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ അറിയാലോ, താക്കോല് ഞങ്ങളുടെ നിന്ന് തപ്പി നടക്കുകയാണ്. ജോസേ, നീ പോകുമ്പോൾ മുറി പൂട്ടിയിരുന്നില്ല, താക്കോലി അവിടെ വെച്ചിട്ടുണ്ട്, ഇനി മേലിൽ അത് ചെയ്യരുത്. അത് വലിയൊരു പ്രചോദനമായി എനിക്ക്. അപ്പോൾ കൃത്യനിഷ്ഠ പിന്നീട് ആരും പറഞ്ഞു തരണ്ട. അച്ഛനാണ് അരമനയിലെ VG ആയിട്ട് പോയപ്പോൾ അവിടുത്തെ കൃത്യനിഷ്ഠയും കറക്റ്റായി. അവർ ഭക്ഷണം പല സമയത്തേക്ക് കഴിച്ചിരുന്നത്, അച്ഛൻ ഞാൻ ഇപ്പോൾ അവിടെ കറക്റ്റ് സമയമായി. അപ്പോൾ കൃത്യനിഷ്ഠയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ജോൺ മാളിയേക്കൽ എന്ന് പറയും, നല്ലൊരു മോൺസിഞ്ഞോറായി. അച്ഛൻ ഇത്രയും ഇടവകളിൽ ഇരുന്നിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, അച്ഛൻ കൊടുത്ത ആ സ്നേഹം ഇടവക ജനങ്ങള് അതിലേറെയായിട്ട് തിരിച്ചു തന്ന സന്ദർഭങ്ങൾ അച്ഛൻ്റെ ഓർമ്മയിലുണ്ടോ? ഇടവകളിൽ നല്ല സന്തോഷമാണ് എല്ലാവർക്കും. ചില പാരീഷുകളിലെ ധാരാളം ആളുകൾ വന്നിരുന്നു. അപ്പം ഞാൻ അവർക്ക് പ്രോത്സാഹനം കൊടുത്തിരുന്നു. പിന്നെ മറക്കാൻ സാധിക്കാത്ത ഒരു ഓർമ്മ, ഒരു അപകടം ഉണ്ടായതാണ്. ഏറ്റവും ആദ്യത്തെ പിക്നിക് പട്ടം കെട്ടിയിട്ട് ഒല്ലൂരിയിരിക്കുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയതാണ്. പുലർച്ചെ ആയപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ വെച്ചിട്ട് വണ്ടി ഡ്രൈവർ ഉറങ്ങിയതുകൊണ്ടായിരിക്കാം പതുക്കെ കയ്യിൽ പോയി 2 മരത്തിൽ തട്ടിയിട്ട്
മറ്റേ താഴത്തേക്ക് പോവാതെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരാൾ ആക്സിഡന്റ് ആയി. ആക്സിഡന്റ്. അപ്പോൾ കാര്യമായിട്ടൊന്നും പറ്റില്ല വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഇട്ടിയച്ചൻ മരിച്ചു, ഒരാൾ മരിച്ചു. അപ്പോൾ ആള് ബസ്സിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സില്ലേ, തല അങ്ങോട്ട് മാറിയിട്ട് ഒരു ഞാണമ്മേ തൂങ്ങിയെടുക്കുകയാണ്. താഴ്ത്തിരിക്കുന്ന എന്താണ് പറയുക, കായ്ക്കുലൊക്കെ രക്തത്തിൽ കുളിച്ചു. അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല ആ ഒരു അനുഭവം. പിന്നെ അവിടുന്ന് മറ്റേ കൊച്ചച്ഛൻ്റെ അവിടെ വന്നിട്ട് ഡെഡ് ബോഡി കൊണ്ടുവരേണ്ട കാര്യങ്ങളും ഒക്കെ. അപ്പം എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഈ ആപ്പിള് ഈ തണ്ടുമ്പോൾ തട്ടിയിട്ട് സ്വലം ആപ്പിളിങ് കുറച്ച് ആഡംസ് ആപ്പിൾ, അതോടുകൂടി അത് നോർമലായി. അപ്പം എനിക്ക് സംസാര ശക്തി 1-2 ദിവസത്തേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു. മിക്കവാറും മുറി തട്ടുമ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നില്ല, ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ്. ഇടവകങ്ങളുടെ സഹകരണവും സ്നേഹവും കാര്യം കിട്ടാൻ വലിയൊരു അവസരമായിരുന്നു. ആ ഇടവകയെ മറക്കില്ല. അത് ഏറ്റവും ആദ്യത്തെ പിക്നിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ രൂപതയിൽ തന്നെ ഒരു ദർശന സമൂഹത്തിന് വലിയൊരു സാധ്യത കൊണ്ടുവന്ന അച്ഛനാണെന്ന് കേട്ടോ. അത് ശരിയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഇടവകളിലെ ആർക്കും വേണ്ടാത്തൊരു സംഘടനയാണ് അത് അന്നത്തെ കാലത്ത്. അത് കുറേയൊക്കെ വയസ്സായിട്ടുള്ള പാപ്പന്മാരുടെ പരിപാടിയാണ്, അതിപേര് ചേർന്നിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിയാക്കണമെന്ന് വിചാരിച്ചിട്ട് തൂങ്കുഴി പിതാവ് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ പ്രദർശനങ്ങൾക്ക് പോകുമ്പോൾ ലീഡർമാർ മുമ്പിൽ നിന്നിട്ട് അത് ശരിയാക്കുന്ന സംഘടനകൾക്കൊക്കെ അതേ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് എൻ്റെ ആ തൊപ്പി എൻ്റെ തലയിൽ വീണു. അത് അപ്പോൾ ഞാനിരിക്കുന്ന എല്ലാ ഇടവകളിലെ പിന്നെ മാത്രമല്ല അതിൽ യുവാക്കളെയും കൂടി ചേർത്തു. മറ്റേത് ഒക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു. യുവാക്കൾ ചേർത്തു. പിന്നെ ഒരു 10-40 പുതിയ ഇടവകളിൽ യൂണിറ്റ് തുടങ്ങി. അതിങ്ങനെ കലവലിയായിട്ട് കിടന്നിരുന്ന ആ സംഘടന സിസ്റ്റമാറ്റിക്കായിട്ട് വന്നു തുടങ്ങി. അവസാനം അത് വളരെ നല്ലൊരു സംഘടനയായി. 10,000-2,500 പേര് ഈ ഉടുപ്പ് കിട്ട് ഒരു ഹാളിൽ നിൽക്കുമ്പോൾ അതൊരു കാഴ്ചയാണ്. അത് എടുത്ത് പറയാറുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ വീടുകളിലെ ദൈവവിളി കിട്ടാത്ത മക്കളുണ്ടായിരിക്കും ആ കാലങ്ങളിൽ. അപ്പോൾ ഇതിലെ അംഗമാക്കി തീർത്താൽ അത് സമർപ്പിതരുടെ പോലെയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് സമർപ്പിതം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇത് കൂടിയായിട്ട് അതിന് കണക്കാക്കാം. അതേപോലെ തന്നെ ഈ വിശ്വാസപരമായിട്ട് പ്രത്യേകിച്ചും യുവജനങ്ങളെ കുട്ടികളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അച്ഛനെടുത്തിരിക്കുന്ന അതിലെ മാക്സിമം പ്രോത്സാഹനം അവർക്ക് കൊടുക്കും, പ്രചോദനം. ഇപ്പോൾ പള്ളിയിലേക്കാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാർത്ഥന ചൊല്ലി, ഇപ്പോൾ കൊയറുണ്ടെങ്കിൽ കൊയറിനോട് ജനങ്ങളുടെ പ്രാർത്ഥന ചെല്ലരുതെന്ന് പറയും. ആ മൈക്ക് ഓഫാക്കും. എല്ലാവരും കൂടി ചെല്ലാനായിട്ട് പറയാറുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്, പലയിടത്തും വിജയിച്ചിട്ടുണ്ട്. അച്ഛന് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ പ്രായത്തിലും നല്ല ചെറുപ്പത്തിന്റെ അല്ലേ ചുറുചുറുക്കോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ രഹസ്യം അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, കളിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും കളിക്കാറുണ്ടോ? എല്ലാ ദിവസവും കളിച്ചിട്ടുണ്ട്, എല്ലാ പള്ളിയിലും. ചില പള്ളികൾ കളിക്കാൻ പ്രയാസമുള്ള പള്ളികളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റിക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവിടെ പോലും ഇപ്പോൾ പാവറിട്ടി നിങ്ങൾ പുതിയൊരു കോട്ടയ്ക്ക് ഉണ്ടാക്കി കളി തുടങ്ങി. ഒരു വേറെ ചില സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കളിച്ചു, എല്ലായിടത്തും കളിച്ചു. അത് കളിച്ചൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ എക്സസൈസ് എടുക്കും, യോഗാസനം ചെയ്യും. കോട്ടയം സെമിനാരിൽ യോഗാസനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിടാതെ പഠിച്ചിട്ടുണ്ട്. ശീർഷാസനം അടക്കം 73 വയസ്സ് വരെ ചെയ്തിരുന്നു. തലകുത്തി ചുമരിന് സഹായമില്ലാണ്ട് കൈമ നിൽക്കുന്ന ഇടപാട്. അപ്പോൾ അത് ബ്രെയിനും കണ്ണിനൊക്കെ നല്ലതാണെന്ന് കേട്ടപ്പോൾ അത് ഏറ്റുപിടിച്ചു. പിന്നെ സ്പോർട്സിൽ മറ്റേ ഷട്ടിൽ നന്നായിട്ട് കളിച്ചിരുന്നു. ഒരു നാഷണൽ മീറ്റിൽ പങ്കെടുത്ത ഏക വൈദികനെന്നാണ് പറയുന്നത് എല്ലാവരും. അതിന്മേൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അതൊരു സംഭവമാണ്. അത് മുഴുവൻ വിജയിച്ചില്ല, എൻ്റെ കൈ കേടായി, അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്തായാലും പങ്കെടുത്ത നാഷണൽ ഇതിൽ പങ്കെടുത്തു. അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻറ്റ് 73 വയസ്സിലാണ് പങ്കെടുത്ത് എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിയാം, ഇടവകയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് കുടുംബങ്ങളിൽ. വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്, പല തിന്മകളുടെയും അല്ലേ അതിൽ അടിമത്തത്തിലായിരിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ഈ മദ്യപാനം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ജീവിതങ്ങളിൽ ഒരു വെളിച്ചമാകാനായിട്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മകൾ ഞാനൊന്ന് പറയാൻ വിട്ടുപോയി. എല്ലാ ദിവസവും എൻ്റെ മിനിസ്ട്രിയിൽ 5 വീട് സന്ദർശിക്കും. എല്ലാ ദിവസവും. അതായത് അത്യാവശ്യമായിട്ട് വൈകിട്ട് വല്ല പരിപാടിക്ക് പോകുന്നില്ലെങ്കിൽ വീട് വിസിറ്റ് തീർച്ചയാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടേക്കാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് ചെറിയ കൗൺസിലിങ്,
അല്ലെങ്കിൽ സിറ്റിങ്സ് ഒക്കെ നടത്തി അത് ശരിയാക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കും. അങ്ങനെയാണ് അവർ നമുക്ക് അറിയിക്കുക. അച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ, അങ്ങനെ അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കാനായിട്ട് ക്രിസ്മസ് നോമ്പിൽ മുടങ്ങാണ്ട് വന്നവർക്ക് ഒരു സൈക്കിള്, അത് പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രയോജനമായിട്ട് വരുന്നു. മുതിർന്നവർക്ക് അങ്ങനെ തന്നെ സംഘടനകളൊക്കെ നമുക്ക് പ്രോത്സാഹനം കൊടുത്ത് എപ്പോഴും പോസിറ്റീവ്. അവർ ചിലപ്പോൾ കാര്യങ്ങൾക്ക് ഒന്നൊന്നും വരില്ല എങ്കിലും നമ്മൾ ക്ഷമിച്ച് കൊണ്ടുനടക്കാനായിട്ട് പരിശ്രമിക്കണം. അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് സക്രാരിക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ആത്മീയ ജീവിതത്തിന് എപ്പോഴും ഒരു ഊർജ്ജമായിട്ട് നിൽക്കുന്ന, ഇതിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ മാതാവിനോടുള്ള ഭക്തി അല്ലെങ്കിൽ ജപമാല അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന്. അതായത് ജനങ്ങളെ പള്ളിയോട് അടുപ്പിച്ച് നിർത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അവർക്ക് പ്രചോദനമാകണം, അവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നണം. ആ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ബൈബിൾ വായിക്കാനായിട്ട് ആലമായർക്ക് ചാൻസ് കൊടുത്ത് ഓരോ ദിവസത്തേക്ക് ഒരു പേര് കൊടുത്തു. അപ്പോൾ അത് ഉറങ്ങിക്കിടന്നിരുന്ന ബൈബിൾ വായന ഉണരാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ചിലയിടത്ത് ഓൾട്ടർമെൻ, ഓൾട്ടർ വൈസ് കൂടാണ്ട് ഓൾട്ടർമെൻ, മുതിർന്ന യൂത്തിനെ അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ അത് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. അത് പിന്നീട് പല ഇടവുകളിലും അത് വ്യാപിച്ചു. എത്ര വയസ്സ് വരെയൊക്കെ ഉള്ളവർ? അതൊരു മാരീഡാണ്, 40-45 വയസ്സുള്ള ആൾക്കാർ. ശരി, അതുകൊള്ളാം. അപ്പോൾ വളരെ ഭക്തിയായിട്ട് അവർ ചെയ്യുന്നത്, കൊത്തീനൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട്. അത് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ രൂപതയും പിതാവിൻ്റെ സപ്പോർട്ടും ഒക്കെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഞാനൊരു പള്ളി പണിക്കാരനല്ല, പള്ളി നിർമ്മാണം വലിയ താല്പര്യമില്ല. അതേ സമയത്ത് ഒരു അച്ഛൻ പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറായിട്ട് മരിച്ചു. അപ്പോൾ എന്നെ അവിടേക്ക് വെച്ചു. അപ്പോൾ അത് ആ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ദേവാലയം പണിയേണ്ടത് ജനഹൃദയങ്ങളിലാണ്, കൺസ്ട്രക്ഷൻ അല്ല. ജനങ്ങൾക്ക് സന്തോഷമായിട്ട് ആ ഒരു എനിക്ക് തോന്നിയത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അച്ഛന് ഇനിയും അച്ഛൻ്റെ ഇത്രയും 50 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കാലഘട്ടമല്ലേ? 53 വർഷം അല്ലേ? അപ്പോൾ അതിലെ അവസാന സമയങ്ങളിൽ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ കണ്ടെത്താൻ? ഇപ്പം ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് കുർബാനയ്ക്ക് പോവുക, കുമ്പസാരിപ്പിക്കാൻ പോവുക, അതല്ലെങ്കിൽ എന്താ ആവശ്യങ്ങൾക്ക് വിളിച്ചാലും ഇത്രയും ഇടവഴികളാണല്ലോ പരിചയമുള്ളത്, അവർക്ക് എന്താ കാര്യങ്ങൾ വിളിക്കും, എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഒരുവിധം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നുള്ളൂ. അപ്പോൾ അത് സന്തോഷാനുഭവമാണ്. അപ്പോൾ ഞാനൊരു മടുക്കുന്ന വഴി തോന്നിയിട്ടില്ല. വളരെ ഹാപ്പിയാണ് ഇപ്പോഴും, മോസ്റ്റ് ഹാപ്പി അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം, എക്സസൈസ് ചെയ്യുകയും ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇപ്പം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഇപ്പം ഈ സിനിമകളിലൂടെയൊക്കെ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു പുതിയ ഏജിൻ്റെ ഒരു ഫിലോസഫി വലിയൊരു പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ പുതുതലമുറയ്ക്ക് അച്ഛന് കൊടുക്കാനുള്ള, വളർന്നു വരുന്ന തലമുറയ്ക്ക്, യുവജനങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം കൂടെ ഒന്ന് അത് നല്ലൊരു ചോദ്യമാണ്. അത് ഈ കാലഘട്ടത്തിൽ അത് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതി നമ്മൾ വാട്സാപ്പിൽ ധാരാളം സംഭവങ്ങൾ കാണുന്നുണ്ട്. എല്ലായിടത്തും അതിന് ഉപയോഗമുണ്ട്, കൊച്ചു കുട്ടികൾ മുതൽ. പിന്നെ ഇപ്പോൾ ഈ മാധ്യമങ്ങളാണ് കൂടെയൊക്കെ വഴിതെറ്റിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ 30 വയസ്സിലൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൊച്ചു കുട്ടികളടക്കം വളരെ ചെറുപ്പത്തിൽ മനസ്സിലാക്കുന്നു. അവരത് ഉപയോഗിക്കുന്നു. ക്ലാസ്സിൽ ആവശ്യം എന്ന് പറയുന്നത് വാങ്ങിച്ച് അവരെ ഉപയോഗിക്കുന്ന വിധകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മാതാപിതാക്കൾ അവരെ സിനിമ കാണരുതെന്ന് പറയരുത്. ചിലപ്പോൾ അവർ കണ്ടിട്ട് നല്ല സിനിമ കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ അവരെയും കൂടി തള്ളി നല്ല രീതിയിൽ പോകാൻ അവർ ചെയ്യാം. ലഹരി വസ്തുക്കളുടെ കാര്യം അങ്ങനെ തന്നെ. ഒരിക്കലും മാതാപിതാക്കൾ അവർക്കൊരു ദുർമാതൃകയാകരുത്. അവർ തന്നെ നല്ല ലഹരി മുക്തരാകണം.
ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അച്ഛൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംരംഭങ്ങളിലും നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്. ജൂബിലി വേള, അവസാനം ദീപികയുടെ ഒരു കർമ്മശ്രേഷ്ഠ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവർ നൽകി. അത് എന്ന് പറഞ്ഞാൽ വലിയൊരു അംഗീകാരമാണല്ലോ. അംഗീകാരമാണ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ വർഷവും വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരച്ഛനെ 8 പേരുണ്ട് മറ്റേ പല മേഖലകളിലായിട്ട്. അപ്പോൾ അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരാളെടുക്കും. അതെങ്ങനെയാണ് അവർ ഈ പുസ്തകത്തിൽ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ എങ്ങനെയൊക്കെയാണ് അവർ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരു പ്രത്യേകതകൾ ഇടവേലുണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ 14 കൊല്ലം ഈ ദർശനസഭയുടേത്, സ്പോർട്സ്മാൻ, അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കാം എനിക്കത് കിട്ടിയത്. നല്ലൊരു സന്തോഷമാണ്. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ വിചാരിച്ചിട്ടില്ല. അത് കിട്ടിയപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നന്മയുടെ ഒരു പൂമരമായിട്ട് തന്നെ അല്ലേ, മറ്റുള്ളവർക്ക് വസന്തമായിട്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയാവണം. എൻ്റെ മോട്ടോ അതാണ്, എപ്പോഴും പോസിറ്റീവ്. എൻ്റെ ഇതിലുണ്ട് നമ്മുടെ ഈ അച്ഛനാകുമ്പോൾ മോട്ടോ കൊടുക്കാറുണ്ട്. ഞാനതന്നെ എഴുതിയിരിക്കുന്നത്, എല്ലാവരും സന്തോഷിപ്പിക്കുക, മറ്റൊരു ക്രിസ്തു ആവാം. അത് നമുക്ക് എടുക്കാവുന്ന ഒരു മോട്ടാണ്. പൗലോസ്ലേഹായും ദൈവഹിതം അല്ലെ, നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് പറയുന്നത് തന്നെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും നന്ദി പറയുവിൻ. അപ്പം അത് തന്നെയാണ് അച്ഛൻ്റെ മോട്ടോയും. പിന്നെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ ഒരു ചിന്ത ജനങ്ങൾക്ക് കൊടുക്കണം. നമ്മൾ ഒരു കാര്യം അസാധ്യമല്ല. നല്ല പ്രാർത്ഥന ഉണ്ടാവുക, ഖുർആനിൽ പങ്കെടുക്കുക, ദൈവസ്നേഹത്തോട് വളരുക, അങ്ങനെയൊക്കെ ചെയ്താൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ഒരു വചനം തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പം അങ്ങനെ വചനം ജീവിക്കുന്ന ഒരു വൈദികനിലൂടെ അല്ലേ, ദൈവജനം ഈശോയെ കാണുന്ന ഒരു മാതൃകയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളെ പറ്റി പറയാൻ പറ്റുള്ളൂ, വൈദികൻ എങ്ങനെയോ അങ്ങനെയാവും ജനങ്ങൾ ഇടവുക. നല്ല പ്രാർത്ഥനാശീലമുള്ള ഒരു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരിടവേളയ്ക്ക് മാറി വരുന്ന ഒരച്ഛൻ നല്ല വിശുദ്ധനായിട്ടുള്ള, ഹോളിയായിട്ടുള്ള, ഭക്തിയുള്ള അച്ഛനാണെന്ന് മനസ്സിലാക്കിയ അവർ സാറ്റിസ്ഫൈഡാണ്. ഒരു 80% സാറ്റിസ്ഫൈഡ്. പിന്നെ ബെസ്റ്റ് പെരുമാറ്റമാണ്, നല്ല പെരുമാറ്റം. എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിക്കുക, പോസിറ്റീവായിട്ട് പറയുക, അവരെ എന്താണ് പറയുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ പൂർണ്ണമായി. ഇതിനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ പാടാനോ പ്രസംഗിക്കാനോ ഒരു കഴിവുണ്ട് ഈ ഇതുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പാടാനും ആടാനും അറിഞ്ഞില്ലെങ്കിലും അല്ലേ, ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിജയമാണെന്ന് തെളിയിച്ച അല്ലേ, നല്ല ഡീലിങ്സും നല്ല പെരുമാറ്റവും കൊണ്ട് ദൈവജനത്തെ മുഴുവനായിട്ട് സ്വന്തമാക്കാം എന്ന് വിശ്വസിക്കുക മാത്രമല്ല, അത് തൻ്റെ നീണ്ട 53 വർഷങ്ങളിലൂടെ ഓരോ ഇടവകയ്ക്കും സമ്മാനിച്ച വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികനോടൊപ്പമായിരുന്നു നമ്മൾ. അച്ഛാ, വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട ജോസ് തെക്കേക്കരച്ചൻ കാലത്തിനൊത്ത് നടന്ന ഒരു കർമ്മയോഗി എന്ന മട്ടിൽ അച്ഛനെക്കുറിച്ച് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ഒരിക്കലും താൻ ജീവിക്കുന്ന കാലഘട്ടത്തിന് പുറകെ അച്ഛൻ സഞ്ചരിച്ചിട്ടില്ല. എപ്പോഴും അതിനോടൊപ്പമോ അതിനല്പം മുൻപിലോ, അതാണ് അച്ഛൻ്റെ ഒരു ശൈലി. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാൻ, കരയുന്നവരോടുകൂടെ കരയാൻ അച്ഛന് എന്നും സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സജീവമായ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കെന്നും സന്തോഷത്തിന് കാരണമാണ്. നിങ്ങൾക്കും അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ അതേ കാഴ്ചപ്പാട് തന്നെ നൽകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.